ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര യു കെയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡാർഡിലോറിലേക്കാണ്. യു കെയിലെ മോസ്റ്റ് വിസിറ്റഡ് സ്പോട്ടുകളിൽ ഒന്നാണ് ഡാർഡിലോർ. ആക്ച്വലി നമ്മൾ ഒരു 3 ദിവസത്തെ റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് ഫസ്റ്റ് ദിവസം നമ്മൾ ഡാർഡിലോർ വിസിറ്റ് ചെയ്യും. അതിനുശേഷം അടുത്തുള്ള 2 ദിവസങ്ങളിൽ നമ്മൾ ഡോർസെറ്റിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളെ യാത്രയുടെ ആദ്യ ദിനമായ ഇന്ന് ഡാർഡിലോറിൽ ഒരു ഓവർനൈറ്റ് ടെൻറ്റ് ക്യാമ്പിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ടെൻറ്റ് ക്യാമ്പ് ചെയ്തൊന്നും പരിചയമൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. തണുപ്പാകുമോ എന്താകുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. നമുക്കറിയാം, അതിനോടൊപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഞങ്ങളുടെ 14 months ഓൾഡ് ആയിട്ടുള്ള ഈത്തനൊപ്പമാണ്. ഈത്തനുണ്ട്, അതിനോടൊപ്പം വൈഫ് സുറുമി ഇപ്പം പ്രഗ്നൻറ്റുമാണ്. സോ വെരി ചലഞ്ചിങ് ആണ്. എനിവേ, ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ക്യാമ്പിങ് ചെയ്യാന്നുള്ളത്. സോ അറിയില്ല എന്താകുമെന്ന്. എന്നാലും ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലായിരിക്കുമെന്ന് വിചാരിച്ച് പോവുകയാണ്. എന്തായാലും നോക്കാം. നമ്മുടെ കേംബ്രിഡ്ജിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്രയാണ് നമുക്ക് ഡാർഡിലോർ വരെ ഉള്ളത്. നമ്മൾ പിന്നെ ഇടയ്ക്ക് നിർത്തിയായിരിക്കും പോവുക. അപ്പം 5 മണിക്കൂറോളം ഏകദേശം എടുക്കുമെന്ന് വിചാരിക്കുന്നു. അതിനൊപ്പം നമ്മളിന്ന് പോകുന്ന വഴിക്ക് ഫസ്റ്റ് നമ്മൾ ബേസിൻസ്റ്റോക്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഫാമിലിയെ കാണാൻ വേണ്ടി നമ്മളൊന്ന് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം നേരത്തെ രാവിലെ തന്നെ ഇന്നിവിടെ കേംബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഞങ്ങൾ രാവിലെ ഒരു ഉച്ചയാകുമ്പം ബേസിൻസ്റ്റോക്കിൽ പോയിട്ട് അവിടെ നിന്ന് ഡാർഡിലോർ പോകാനാണ് പ്ലാൻ. വൈകുന്നേരത്ത് ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പം ഡാർഡിലോർ എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ലോങ് ജേർണിക്ക് ശേഷം നമ്മൾ ഡാർഡിലോറിന് അടുത്തുള്ള ഒരു ചെറിയ ടൗണിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ കാണുമ്പോൾ സാധിക്കും, വളരെ ഓൾഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ വളരെ ചെറിയ വഴികൾ, നമ്മുടെ നാട്ടിലെ പോലെ കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മളുടെ ക്യാമ്പ് സൈറ്റിലെത്തി. നമുക്കിനി ഒരു ചായയൊക്കെ കുടിച്ച് താഴെ ഡാർഡിലോറിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ പിച്ചൊക്കെ ഞങ്ങൾ ടെൻറ്റ് ചെയ്യാനുള്ള പിച്ചൊക്കെ സെലക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ കുറച്ച് ഇറക്കി വെച്ചു. ഇനി ജസ്റ്റ് കുറച്ചൊരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇത്തിരി ടയറിങ് ജേണി ആയിരുന്നു, ലോങ് ജേണി ആയിരുന്നു. വളരെ പീസ്ഫുള്ളായിട്ടൊരു ക്യാമ്പ് സൈറ്റാണ് ഇതുള്ളത്. വളരെ ഗ്രീൻ ആയിട്ടുള്ളൊരു, ഇതുവരെ ആരും വന്നിട്ടില്ല. മറ്റുള്ളവരൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് സീയുടെ അടുത്തും ആയതുകൊണ്ട് നമുക്ക് രാത്രിയിലെ തിരമാലയുടെ സൗണ്ടൊക്കെ കേട്ട് ഉറങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അറിയില്ല ഇതിൻ്റെ ഒപ്പം എങ്ങനെ ആകുമെന്ന്, ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ആകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എനിവേ നോക്കാം. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇതിനും അല്പം സ്നാക്സൊക്കെ കൊടുത്തിട്ട് താഴേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇവിടെ താഴേക്ക് കുറച്ചധികം നടക്കാനുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇറങ്ങിപ്പോകാൻ കുഴപ്പമില്ല, കയറി വരുമ്പോഴാണ് പാടുന്നത് ഒത്തിരി കേട്ടിട്ടുള്ളത്. താഴോട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് മാനോവർ ബീച്ച്. അത് ഡാർഡിലോറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ളൊരു ബീച്ചാണ്. അതിനപ്പുറത്തെ സൈഡാണ് ഡാർഡിലോർ വരുന്നത്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ഡാർഡിലോറിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് മുകളിൽ, അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ മറ്റൊരു ബക്കറ്റ് ലിസ്റ്റ് കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഡാർഡിലോർ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെയും കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ താഴെ മാനോവാർ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പുറത്ത് ഭയങ്കര തിരക്കാണ്. സോ അവിടെ നിന്ന് ഞങ്ങൾ അപ്പുറത്തുള്ള മാനോവാർ ബീച്ചിലേക്കാണ് താഴെ ഇറങ്ങിപ്പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെന്ന് വിചാരിക്കുന്നു. അവിടെ ഞങ്ങളുടെ ടെൻ്റൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് വന്നു. ഭയങ്കര ടയറിങ് ആയിരുന്നു തിരിച്ചുള്ള കയറ്റം. പിന്നെ പതുക്കെ ഒരു വിധത്തിലാണ് ഞങ്ങൾ കയറി വന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ഒരാൾ വന്ന് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയിട്ട് വേണം ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ. നമ്മുടെ വണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്യാമ്പിംഗ് പിച്ചിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്.
അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് ഒരു സ്പോട്ട് അങ്ങനെ റിസർവ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. സോ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടി അവിടെ ഇട്ട് അവർ തന്നിട്ടുള്ള ഒരു നമ്പരും അവിടെ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഇനി നമുക്ക് നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്യണം. നമ്മുടെ ടെൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടെൻ്റാണ്. സോ അത് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടേണ്ടതൊക്കെ വന്നുള്ളൂ നമുക്ക്. ഇതും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടെൻറ്റിൻ്റെ പണി പെട്ടെന്ന് തീർക്കാൻ പറ്റി. അവന് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതും ഇതും എല്ലാം എടുത്തുകൊണ്ട് നടക്കുകയും ഭയങ്കര ഒത്തിരി അവന് നടക്കാനും എടുക്കാനും ഒത്തിരി സ്ഥലം കിട്ടിയതിലെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ടയേർഡാണ്, വിശക്കുന്നു. സോ ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ കുറച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മളുടെ ഇന്ത്യൻ റൊട്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാക്കേഡ്, പിന്നെ കുറച്ച് സാലഡും ഉണ്ട്. സോ ഈ ചിക്കനൊക്കെ റെഡി ആക്കിയിട്ട് നേരെ നമുക്ക് കഴിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഭയങ്കര ടയറിങ് ആയിരുന്നു ഇന്നത്തെ ഡേ. ഞാനിപ്പോൾ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല ഒരു ദിവസമായിരുന്നു. നല്ല പ്ലേസസ് ഒക്കെ ആയിരുന്നു. വന്ന വഴിയാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഈ ക്യാമ്പ് സൈറ്റും വളരെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. സോ ഞങ്ങളുടെ ചിക്കൻ റെഡിയായി. ഞങ്ങൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ ചിക്കൻ, അതുപോലെ നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഓഫ് റൊട്ടി ആൻഡ് സം സാലഡ്സ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. സോ കഴിച്ചിട്ട് നേരെ കിടക്കണം. ഇത് ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ടുണ്ട്. സോ ഭയങ്കര ടയർഡായി കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നേരത്തെ വിളിക്കും. ഇപ്പോൾ സമയം ഏകദേശം 4:45 ഉള്ളൂ. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അപ്പോൾ നിങ്ങളെ ടോയ്ലറ്റ് ബ്ലോക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് നമുക്ക് ഈ കാണുന്നതൊക്കെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആണ്. ഇവിടെ നമ്മുടെ ടോയ്ലറ്റും ഷവർ റൂമുമാണ്. ഡിഷ് വാഷിംഗ് അപ്പുറത്തുണ്ട്. സോ ഇവിടെ നമുക്ക് കോഡുണ്ട്. കോഡ് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ബുക്കിംഗ് ചെയ്യുമ്പം അവർ നമുക്ക് ആ കോഡ് തരും. ഇവിടെ ഫീമെയിൽ, ഡിസേബിൾഡ്, ജെൻസ് എല്ലാവരുടെയും ടോയ്ലറ്റ് ഇവിടെ തന്നെയാണ്. സോ നമ്മുടെ ജെൻസിൻ്റെ ടോയ്ലറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. ഇവിടെ നമ്മുടെ ടോയ്ലറ്റ്സ്, ഇവിടെ നമുക്കൊരു ചേഞ്ചിങ് റൂമുണ്ട് കുട്ടികളുടെ, കുറച്ച് വാഷ് ബേസിൻസ്. ഇവിടെ നമ്മുടെ ഷവർ ഏരിയാസാണ്. മൊത്തത്തിൽ നല്ലതാണ്. വളരെ ഇത്രയും ആളുകൾ വിസിറ്റ് ചെയ്യുന്നതാണെങ്കിലും വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അതിൻ്റെ ഹെയർ ഡ്രയറൊക്കെ കാണാൻ സാധിക്കും. സോ ഓവറോൾ വെരി ക്ലീൻ. ഇത് നമ്മളുടെ വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ ആണ്. സോ നമുക്ക് ഇനി നമ്മുടെ ടെൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇന്നലെ ഇവിടെ ക്യാമ്പ് സൈറ്റ് ഞങ്ങളും മറ്റൊരു ലേഡിയും മാത്രമേ ക്യാമ്പിങ്ങിനുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ വീക്ക് ഡേയ്സ് സ്കൂള് വർക്കിംഗ് ഡേ ആയിരുന്നുകൊണ്ടാവാം എന്ന് വിചാരിക്കുന്നു. രാത്രി മറ്റു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഇതും ഒക്കെ ആയിരുന്നു. സുറുമിക്കാണ് പ്രതീക്ഷിച്ച മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവും തണുപ്പ് കാരണം എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അവളും ഓക്കെ ആയിരുന്നു. ആക്ച്വലി വലിയ തണുപ്പില്ലായിരുന്നു. ഇന്നലെ ഏകദേശം 10 ഡിഗ്രിയൊക്കെ രാത്രി വന്നുള്ളൂ. അതുകൊണ്ട് നല്ല വെതർ ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ടെൻറ്റിൽ ഇങ്ങനെ മോയ്സ്ചറിൻ്റെ ഒരു വിഷയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതും എന്തോ പുറത്തധികം തണുപ്പില്ലാത്തതുകൊണ്ടാകാം മോയ്സ്ചറിൻ്റെ ഇഷ്യൂ ഉണ്ടായില്ല. മൊത്തത്തിൽ നൈറ്റ് ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. രാത്രി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നല്ലതായിരുന്നു. രാത്രിയിൽ തിരമാലയുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ വരും നമുക്ക് നന്നായിട്ട്. സോ അവരെന്ത് നോക്കാം നമുക്ക്. സുറുമി ഇവിടെ എഴുന്നേറ്റിരിപ്പുണ്ട്. ഇത് രാത്രി ഉണർന്നിട്ടേ ഇല്ല. ഇന്നലെ രാത്രി കിടന്ന കിടപ്പാണ്. ഇപ്പോഴും അതുപോലെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു. സുഖമായിട്ട് ഉറങ്ങുന്ന ആശ. ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് നേരം കൊണ്ടൊക്കെ കിടന്ന് ഉറങ്ങിയ ശേഷം ഞാൻ എഴുന്നേറ്റു. ഇത് ഉണർന്ന ഉടനെ പാല് ചോദിക്കും. സോ ഇതിന് പാല് ചൂടാക്കണം ആദ്യം. സോ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് വെള്ളം എടുക്കാൻ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, അല്ലാത്ത വെള്ളമുണ്ട്. നമ്മളവിടുന്ന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചൂടാക്കാൻ വെച്ചു. നമ്മൾ സ്റ്റൗ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. സോ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സുറുമി മടി കാരണം ടെൻറ്റിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്, പുറത്തിറങ്ങിയില്ല. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കി നീതുവിന് പാല് ചൂടാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ചായയൊക്കെ ഇട്ട് കുടിക്കണം. സോ
അങ്ങനെ വെള്ളം ചൂടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ക്യാമ്പിങ്ങിൽ ഈ മോർണിംഗ് വൈബ് ഒരു പ്രത്യേക ഫീലാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് സൺറൈസ് ഒക്കെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സൺറൈസ് 4:30 4:45 മുമ്പെങ്ങാണ്ടായിരുന്നു. എനിക്കത് കാണാൻ പറ്റിയില്ല. എന്നാലും ഈ ഒരു ഫീല് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവത്തുള്ളൂ. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നമുക്ക് നല്ല വെതറും കൂടി കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ അടിപൊളിയായി. സത്യം പറഞ്ഞാൽ UK ഇങ്ങനെ നല്ല വെതർ കിട്ടാൻ വളരെ പാടാണ്. എനിവേ ഞങ്ങൾ ഭയങ്കര ലക്കിയായിരുന്നു. അങ്ങനെ ഇതുവരെ ഞങ്ങൾ പാലൊക്കെ കൊടുത്തു. ഇനിയിപ്പം ഞങ്ങൾ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു. ആക്ച്വലി നമ്മളിനി ഇവിടുന്ന് പാക്ക് ചെയ്ത് നമുക്ക് പോവുകയാണ്. നമ്മളിനി ഡോർസെറ്റിലേക്കാണ് പോകുന്നത്. ഡോർസെറ്റിൽ നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ് നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഗ്രാനി എന്നാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിളിക്കുന്നത്. പുള്ളിക്കാരിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മുമ്പ് അവരോടെയാണ് വർക്ക് ചെയ്തതും താമസിച്ചതും ഒക്കെ അവരുടെ വീട്ടിലൊക്കെ ആയിരുന്നു. സോ അന്നുമല്ല നമ്മൾ ഭയങ്കര കെയറിങ് ആണ്. അപ്പം അവരെ പോയി കാണണം. അവരുടെ കൂടെയാണ് അടുത്ത 2 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതും ഇപ്പം തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കിയ പാത്രം കെറ്റിൽ വെച്ച് ഞാനൊന്ന് പെട്ടെന്ന് തന്നെ മാറ്റി. അവന് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ കൈയിടുക എന്നുള്ളൊരു ഹോബിയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചായ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ആ ടേബിള് എങ്ങനെ മറിച്ചിടാം, അതെങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ കഴിക്കുന്നത് ഞങ്ങളുടെ ഒരു ഹോബിയാണ്. അപ്പം ഞങ്ങൾ സാധാരണ അസ്തയുടെ ഒരു റിച്ച് ടീ ബിസ്ക്കറ്റാണ് കഴിക്കാറ്. പക്ഷെ ഞങ്ങൾ റിച്ച് ടീ ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ മറന്നുകൊണ്ട് ഇന്ന് ചായയും ഓറിയോ ബിസ്ക്കറ്റുമാണ്. രാവിലെ ഒരു ചായയും ഓറിയോ ബിസ്ക്കറ്റും. ഒപ്പം പറയാൻ ജോൺസൺ മാഷിൻ്റെ പാട്ടില്ല. ഞാൻ ഇന്നലെ തന്നെ ഒന്ന് സ്പീക്കറിൽ പാട്ട് വെച്ചപ്പോൾ അടുത്ത് പുറകിൽ ക്യാരവാനിൽ പാർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി സൗണ്ട് കുറയ്ക്കുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ആവശ്യത്തിലധികം സൗണ്ട് ഇതും ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ മറ്റ് പാട്ടൊന്നും വെച്ചില്ല. സോ അവൻ രാവിലെ ഭയങ്കര കളികളിലാണ്. ഞങ്ങളിനി ഉടനെ റെഡിയാകാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ക്യാമ്പിങ്ങിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഞങ്ങളുടെ ഇതുക്കുട്ടനാണ്. കാരണം അവന് ഒരുപാട് കളിക്കാൻ അവസരം കിട്ടി. അതുപോലെ ഇപ്പം വീട്ടിലാണെങ്കിൽ നമ്മളിപ്പം അതെടുക്കരുത് ഇതെടുക്കരുത് എന്നൊക്കെ പറയുമല്ലോ. കാരണം ഇപ്പം ഇവിടെ ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ടും അങ്ങനെ മൊത്തത്തിൽ സേഫ് ആയതുകൊണ്ടും ഞങ്ങൾ അവനെ അങ്ങനെ നോയൊന്നും പറയാത്തതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ രാവിലെ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവന് ഈ കിളികളെയൊക്കെ ഒത്തിരി ഇഷ്ടം. അപ്പോൾ ആ കിളികളെ പുറകെ പോവുകയും അവിടെ നിന്ന് മരത്തിൻ്റെ ചില്ല പറക്കിക്കൊണ്ട് കിടക്കുകയൊക്കെ ചെയ്ത ആശാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ആശാൻ രാവിലെ ഭയങ്കര ഫുട്ബോൾ കളികളിലാണ്. ഇപ്പം മുമ്പേ ഒരു വീഴ്ച കഴിഞ്ഞു. ഫുട്ബോൾ തട്ടി മറിഞ്ഞ് ഫുട്ബോളിന് മുകളിൽ കൂടെ ഒന്ന് വീണു. ഒന്നും പറ്റിയില്ല. ഇവിടെ ഫുള്ള് ലോണായുണ്ട്. അങ്ങനെ പേടിക്കണ്ട. അടുത്ത ഇപ്പം നല്ല ഡ്രമ്മ് കൊട്ടാൻ പോവുകയാണ് ആശാൻ. ടേബിളാണ് ഡ്രം ഇതിൻ്റെ. അവനങ്ങനെ ഓരോരോ പരിപാടികളിലാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. മാഗിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് ഇതുവിനും കുറച്ച് മാഗി കൊടുത്തു. അവനും മാഗിയൊക്കെ ഇഷ്ടപ്പെട്ടു. അവനും കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി. ഞങ്ങൾ സാധനങ്ങൾ ടെൻ്റെല്ലാം ഞങ്ങൾ അഴിച്ച് പാക്ക് ചെയ്ത് വണ്ടി കയറ്റി. ഇനി ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞങ്ങൾ രണ്ടും റെഡിയായി. ഇനി ഇതുവരെ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു. ഞങ്ങൾ വണ്ടി മൊത്തം ഫുള്ളായിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പക്ഷേ യാത്ര തുടർന്നുള്ള ഡോർസെറ്റിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.